ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷീല ജയൻ. ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ താമസിച്ചു. സമയം അങ്ങ് ഒരുപാട് അതിക്രമിച്ചു. വന്നതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ കണ്ണാടി മാറ്റി വാങ്ങിക്കുന്നതിനായിട്ട് കണ്ണാടിക്കടയിൽ പോയി. അത് കാരണമാണ് വീഡിയോ ഇടാൻ താമസിച്ചത്. പിന്നെ പോയിട്ടൊക്കെ വന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ കണ്ണാടി ഇപ്പം കുറേ നാളായി, ഒരു കൊല്ലമെങ്കിലുമായി. അപ്പോൾ അതിൻ്റെ പവർ അതനുസരിച്ച് നമ്മൾ മാറ്റണ്ടേ. അന്നേരം അതിനു വേണ്ടിയാണ് പോയത്. പക്ഷേ പോയ കാര്യമൊന്നും നടന്നില്ല. എല്ലാം ചെക്ക് ചെയ്തൊക്കെ നോക്കിയെങ്കിലും എനിക്ക് ലെൻസ് ആൻഡ് ഫ്രെയിംസ് കൊല്ലത്ത് പോയാണ് മുമ്പൊക്കെ വാങ്ങിച്ചത്. അവിടെ നമ്മളെ ട്രീറ്റ് ചെയ്ത ആ രീതിയിലല്ല, ഇവിടെ വേറെ ഒരു സിസ്റ്റമാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എല്ലാം നോക്കിയൊക്കെ വെച്ചു. ചിലപ്പോൾ വാങ്ങിക്കും, ഇല്ലെങ്കിൽ പഴയ സ്ഥലത്ത് തന്നെ പോയി വാങ്ങിക്കും. അങ്ങനെ ഇരിക്കുന്നു. വാങ്ങിച്ചില്ല ഏതായാലും. ഇടയ്ക്കൊക്കെ കണ്ണാടി മാറ്റണം, എന്നാലേ നമ്മുടെ കണ്ണിൻ്റെ ഈ പവർ കറക്റ്റ് ആവത്തുള്ളൂ. അതുകൊണ്ടാണ്. അന്നേരം നല്ല കടയാണ്. ഒരു കണ്ണാടിക്ക് വരെ 2 കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള ഓഫറൊക്കെ പറഞ്ഞാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴല്ലേ കാര്യങ്ങളുടെ എല്ലാം രീതികൾ വ്യത്യാസമാണ്. ഒരു കണ്ണാടിക്ക് പകരം 2 കണ്ണാടിയൊന്നും വേണ്ട, ഒറ്റ കണ്ണാടി മതി. അങ്ങനെ ഞാൻ എന്തായാലും നാളെ പഴയ സ്ഥലത്ത് തന്നെ വീണ്ടും പോകും. എല്ലാം ചെക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. പോയങ്ങ് വാങ്ങിച്ചാൽ മതി. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്താൽ മതി. അതുകൊണ്ട് നാളെ പോയി വാങ്ങിക്കും. പിന്നെ ഇന്നത്തെ ഫുഡൊക്കെ രാവിലെ എല്ലാം ഉണ്ടാക്കി വൈകിട്ട് വന്ന് വലിയ ജോലികളൊന്നും ഇല്ലായിരുന്നു. രാവിലെ എൻ്റെ എല്ലാ അടുക്കളപ്പണിയും കഴിഞ്ഞാണ് പോയത്. അങ്ങനെ ഇവിടെ വന്നിരുന്ന് ഇന്ന് ഞാൻ ലൈവൊന്നും വന്നില്ല. ലൈവ് വരാൻ സമയം കിട്ടിയില്ല. ഇപ്പം ഇത്രയും താമസിച്ചു. വീഡിയോസൊന്നും ആരും കാണൂല. എല്ലാവരും സന്ധ്യയ്ക്കൊക്കെ വന്നിരുന്ന് ആണ് വീഡിയോസൊക്കെ കാണുന്നത്. നമ്മളെ വീഡിയോ ഒന്നും കാണാൻ ആരുമില്ല. എന്നാലും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ വൈകിട്ട് വന്ന് പറയുകയാണ് ചെയ്യുന്നത്. ചെറിയ ജലദോഷത്തിൻ്റെയൊക്കെ വിഷയമുണ്ട്. അതുകൊണ്ട് ഇന്ന് ചുക്ക് കാപ്പിയൊക്കെ രാവിലെ ഇട്ട് കുടിച്ച് ഒരു പരുവത്തിൽ അങ്ങനെ പോയതാണ്. നമുക്ക് ജലദോഷവും പനിയൊക്കെ വരുമ്പം കുളിക്കുമ്പോഴാണ് ഭയങ്കര അസ്വസ്ഥത. തണുത്ത വെള്ളം വീഴുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം നല്ല കുളിരും ഭയങ്കര ബുദ്ധിമുട്ടുകളും ജലദോഷത്തിൻ്റെ വിഷയങ്ങളും ഒക്കെ ആയിട്ടങ്ങ് തുടങ്ങും. അപ്പോൾ കുറേ നാളായി ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്കൊക്കെ പനി, ജലദോഷം ഇതൊക്കെ വരണം. ആരോഗ്യമുള്ള വ്യക്തികൾക്കൊക്കെയാണ് ഇടയ്ക്ക് ജലദോഷമൊക്കെ വരുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ റെസിസ്റ്റിംഗ് പവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ബോഡി തന്നെ ഇടയ്ക്ക് ഈ ജലദോഷം നമ്മുടെ ശരീരത്തിന് വരുത്തുന്നത്. നമ്മളതിനെയൊക്കെ അതിജീവിച്ച് ഇങ്ങനെ പോകണം. എല്ലാ കൂട്ടുകാരും ഫുഡൊക്കെ കഴിച്ച് ഉറക്കമായെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. കൂട്ടുകാർ എല്ലാവരും നല്ല നല്ല ചാനലുകൾ കാണുക. കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞു ചാനലും കൂടി കാണുക. എന്നും വന്നിരുന്ന് ഇത് പറയുന്നത് കൊണ്ടായിരിക്കും.